ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ രാത്രി നടന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അനീഷേട്ടൻ അനുമോളെ പ്രപ്പോസൽ ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം അത് അനുമോക്ക് ആരോടും പറയേണ്ടെന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ബേബി ഇത് പുറത്ത് വിടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അനുമോളുടെ കൽവിൽ ഇങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷേട്ടൻ പറഞ്ഞ കാര്യം. അനുമോൾക്ക് ശരിക്കും ചില സമയത്ത് നമുക്ക് തോന്നും ശരിക്കും എന്തോ ഉണ്ടോ അനീഷേട്ടനോട് തോന്നും. പക്ഷെ അനുമോൾ ഉണ്ടെന്നും ഇല്ലാതും ആ ഒരു ലെവലിലാണ് അനുമോൾ നിൽക്കുന്നത്. ചില സമയം നമുക്ക് ഇല്ലാന്നും തോന്നും. അപ്പോൾ അനീഷേട്ടൻ പ്രപ്പോസലിൻ്റെ കാര്യം അനുമോള് അതിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനോട് നൂറയോട് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടൈമുകൾക്ക് ശേഷം അനുമോള് ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇപ്പോൾ മുഖത്തൊരു പുഞ്ചിരി ഇപ്പോൾ മിടന്നുകൊണ്ട് കാണുന്നുണ്ട്. പിന്നെ അതിന് ടൈമിന് ശേഷം നൂറനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം ആരടുത്തും പറയരുത്, ഷാനവാസൊക്കെ അടുത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാനവാസൊക്കെ അടുത്ത് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. ആരോട് പറയരുതെന്ന് പറഞ്ഞാൽ അവളെല്ലാവരോടും ഒട്ടി തുറന്ന് പറയാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രണയം എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ച് നടക്കാൻ കഴിയില്ല. ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് നമ്മൾ പരമാവധി ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഉള്ളിലൊരു പ്രണയം വളരുന്നതിന് സഹായിക്കുമെന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ ഞാൻ പറയാൻ കാരണം എനിക്ക് അതുപോലെ അനുഭവം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പം അനുമോൾ ഇതെല്ലാവരോടും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പം ബി ബി ഹൗസിൽ മൊത്തം അത് സ്പ്രെഡായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഷാനവാസിക്ക എന്നോട് ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷാനവാസൊക്കെ അധികം കളിയാക്കുന്ന രൂപത്തിലും ഭയങ്കര രസമായിരുന്നു നല്ല ഷാനവാസക്കൻ്റെ അനുമോളുടെ ആ ടോക്സ് കണ്ടുകൊണ്ടിരിക്കാൻ ലൈവിൽ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ടോ. ഷാനവാസക്കനോട് ഓള് ഇഷ്ടമുള്ളത് കൊണ്ടാണോ അനീഷേട്ടൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാങ്ക് ആയിരിക്കോ, ബി കൊടുത്ത പ്രാങ്ക് ആയിരിക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസക്കനോട് അങ്ങനെ വലുതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസക്ക് പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അനീഷ് നിന്നിടെ 1 തൊട്ട് ഇത്രയും ദിവസം നിന്നെ 96 93 അങ്ങനെ എന്തോ ഡേയ്സ് ആണല്ലോ ആയിട്ടുള്ളത്. അപ്പോൾ അത്ര എനിക്ക് ഓർമ്മയില്ല. അത്രയും ദിവസം നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഓ ഇക്ക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനുമോളെ കഴിഞ്ഞ കാര്യങ്ങളും അനീഷിനോട് നീ എന്നല്ലേ അവനെ കൊതിപ്പിച്ച് പ്രതീക്ഷ കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ അതൊക്കെ ഞാൻ കോമഡി ചെയ്തതല്ലേ ഇക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഓനങ്ങനെ കോമഡിൻ്റെ ആളല്ല. ഓന് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓന് കോമഡി സീനൊന്നും കണ്ടാൽ ചിരിക്കാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓനെല്ലാം സീരിയസ് ആയിട്ടാണ് എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനുമോളങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നുണ്ട് ഷാനവാസൊക്കെ. പിന്നെ അനുമോൾ പറയും നിങ്ങളോടൊരു കാര്യം പറയാൻ പറ്റൂല, എണീറ്റ് പോകാടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയും അനുമോളുടെ ടോക്കിലേക്ക് തന്നെ തിരിച്ചു വരും. മേക്കപ്പ് ഇട്ടെടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ഇട്ടെടുക്കുമ്പോൾ അനീഷേട്ടൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് എന്ന് അപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റിവേഴ്സ് എടുത്ത് നോക്കുന്നുണ്ട് അനുമോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നും. പിന്നെ അനുമോളടുത്ത് അനീഷൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അനുമോളെ ഹെൽപ്പ് ചെയ്തതും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഷാനവാസക്കനോട്. അപ്പോഴൊക്കെ ഷാനവാസക്ക കളിയാക്കിക്കൊണ്ട് പറയും അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, നിനക്ക് അവനോട് എന്തോന്നുണ്ട് എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിരിക്കും. അപ്പോൾ അനുമോൾ ചോദിക്കും ഇക്ക ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളോട് ഇഷ്ടമാണ് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ കാര്യം എനിക്ക് നോക്കണ്ടേന്ന് പറയുന്നുണ്ട് ഷാനവാസ്. എൻ്റെ സുഹൃത്തിൻ്റെ നെഞ്ചിൻ്റെ പെടച്ചിൽ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു ലെവലായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര രസകരമായ ടോക്സ് ആയിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. ഓക്കെ, താങ്ക്സ്.